ഹായ്, പ്ലെൻറ്റി ഓഫ് നോളജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം കായാണ്. ഹിന്ദിയിൽ എങ്ങനെ എഴുതുന്നത് നോക്കാം. ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അത് നടുക്കുന്ന് ഇതേപോലൊന്ന് എഴുതി കൊടുക്കുക. ഇപ്പം തന്നെ ഒരു പേപ്പറും പെന്നും എടുത്ത് കൂടെ തന്നെ എഴുതി പഠിക്കുക. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമേ. അപ്പോൾ കാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത അക്ഷരം കാ ഖ. കാ ഖ. ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ നോക്കി എഴുതി പഠിക്കുക. ഇത് ഇങ്ങനെ എഴുതിയിട്ട് ഇതുപോലെ കൊണ്ടുവന്നൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. പിന്നെ നടുക്കുന്നൊരു ചെറിയ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഖ ഖായായി. പിന്നെ അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ കൊണ്ടുവന്ന് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് താഴോട്ട് വന്നിട്ട് അവിടെ നിന്ന് തന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളച്ചു കൊടുക്കാവേ. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് താഴെ വന്നിട്ട് പിന്നെ വന്ന് നടുക്കുന്ന ഇതുപോലെ വളച്ചു കൊടുക്കുക. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഖ. ഇത് കുറേ തവണ എഴുതി പഠിക്കണം. കുറച്ച് പാടുള്ള ലെറ്ററാണ്. അടുത്തത് ഗ. ഗ വളരെ സിമ്പിളാട്ടോ. ചെറിയൊരു കുനിപ്പിടുക, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് മുകളിൽ വരയിടുക. ഗ കഴിഞ്ഞ അടുത്ത അക്ഷരം ഖ. ഗ ഖ മേഘം. അപ്പോൾ ഖ എങ്ങനെ എഴുതാൻ നോക്കാം. കണ്ടോ? എല്ലാവരും കൂടെ എഴുതിക്കോളൂ. അടുത്ത അക്ഷരം ങായാണ്. ങ കുറച്ച് സിമ്പിളാട്ടോ. ഒരു ചെറിയ സ്റ്റാൻഡിൽ തന്നെ വരയ്ക്കുക. എസ് എന്ന് എഴുതുക. എന്നിട്ട് നടുക്കൊരു കുത്തിടുക. ഈ കുത്തിടാതെ ഇത് ചെയ്യല്ലേ. കുത്തിട്ടില്ലെങ്കിൽ ഇത് ടാന്നാട്ടോ വായിക്കുക. ഓക്കെ. അപ്പോൾ 5 അക്ഷരം നമ്മൾ പഠിച്ചു. അടുത്തത് നമുക്ക് ച പഠിക്കാം. ച. കൂടെ തന്നെ എഴുതുക. ആരും മുകളിൽ വരയിടാൻ മറക്കരുത് കേട്ടോ. ഹിന്ദിയിൽ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് മുകളിൽ വരയിടേണ്ട കാര്യം. അടുത്ത അക്ഷരം ഛ. ച ഛ. ഇത് നമ്മുടെ മലയാള അക്ഷരം ഓ തിരിച്ചിട്ട പോലെ ഉണ്ട് അല്ലേ. ഇതാണ് ഛ. അടുത്ത അക്ഷരം ജ. ഞാൻ ജ പഠിച്ചത് ഇങ്ങനെയാണേ. അതല്ലാതെ വേറെ രീതിയിൽ എഴുതാവേ ഇത്. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചിട്ട് അവിടെ നിന്ന് പിന്നെ ഇതുപോലെ വരച്ചു കൊടുക്കുക. കുറേ ആൾക്കാർ ഇങ്ങനെയാണ് കേട്ടോ എഴുതുക.
അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നന്നായിട്ട് തോന്നുന്നത് വെച്ചാൽ അതുപോലെ എഴുതി പഠിക്കാം. അടുത്ത അക്ഷരം ഛ, ചഷം. ജ കഴിഞ്ഞ് ജ ഛ, ജ ഛ. അത് ഛ എങ്ങനെ എഴുതുന്നത്? ഒരു ചെറിയ സ്റ്റാൻഡിങ് ലൈൻ വരച്ചു, എസ് എന്ന് എഴുതി, എന്നിട്ട് ഇങ്ങനെ വളച്ചിങ്ങോട്ട് ഇട്ടു, ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു, പിന്നെ ഒരു സ്റ്റാൻഡിങ് ലൈൻ, മുകളിലൊരു വര. അടുത്ത അക്ഷരം ഞ. അങ്ങനെ നമ്മൾ 10 വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള വ്യഞ്ജനാക്ഷരങ്ങളുമായി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.